ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടമാത്ര സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിത അച്ഛനെയും കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, മോള് ഒഫീഷ്യൽ മീറ്റിങ്ങിന് തന്നെയല്ലേ പുറത്തേക്ക് പോയത്? അതെ അച്ഛാ. വിവേകാനന്ദ പാറയിൽ മെഡിറ്റേഷനിലായിരുന്നു രോഗി എന്ന് പറഞ്ഞതും ഇഷിത ഒന്ന് ഞെട്ടുന്നുണ്ട്. മഹേഷിന് ആദ്യ എന്നൊരു കുട്ടി ഉണ്ടെന്നറിഞ്ഞതാണോ രോഗിയുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ അച്ഛാ, എന്നെ ചീറ്റ് ചെയ്തു. ഞാൻ ആകെ ഷോക്കായി പോയി. വിവാഹം കഴിച്ച ആള് രഹസ്യമായിട്ട് കൊണ്ടടക്കാം. അപ്പോൾ ഞാനാരാ? എനിക്ക് അയാളുടെ മനസ്സിലുള്ള സ്ഥാനം എന്താ? ചിപ്പിയെ വളർത്താനുള്ള ആയയാണോ ഞാൻ? ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിരുന്നു. അച്ഛൻ എന്നെ കാണാതെ പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ മാഷി പറയും, ഭയമൊന്നും ഉണ്ടായിരുന്നില്ല, മോളെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു മനസ്സാണല്ലോ എന്ന് പറയുമ്പോൾ, ഞാനാരാണെന്ന് തിരിച്ചറിഞ്ഞു വെച്ചാ. അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈകിട്ട് പറയാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ രാമനാഥനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇഷിത പോയിട്ട് ഇന്ന് 3 ദിവസമായി, ഒരു വിവരമില്ല. മാഷിനും ഒരു വിവരം കിട്ടിയിട്ടില്ല. മാഷിനോട് പറയാതെ ഇഷിത എങ്ങോട്ടും പോവാത്തതാ. പോലീസിനെ അറിയിക്കേണ്ട മോനെ എന്ന് ചോദിക്കുമ്പോൾ, പോലീസിനെ ഒന്നും അറിയിക്കേണ്ട, അത് വലിയ പൊല്ലാപ്പാവും. ജോർജ് മാത്യു ആണ് ഇപ്പോഴത്തെ പോലീസ്, അയാൾക്ക് എന്തെങ്കിലും വീണ് കിട്ടാൻ നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും രാമൻ പറയും, ഇഷിത കടുങ്കൈ ഒന്നും ചെയ്യില്ല എന്ന് മാഷിന് ഉറപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹേഷും പറയുന്നുണ്ട്, ഏയ് അവളൊന്നും ചെയ്യില്ല, അവൾക്ക് ഭയങ്കര മെന്റൽ പവർ ആണ്. ഇഷിത വരും, എന്തായാലും അവളൊരു ഉറച്ച തീരുമാനവുമായിട്ടായിരിക്കും വരിക. എൻ്റെ ഭാര്യയായിട്ട് തുടരില്ല, എനിക്ക് ആദ്യയെയും നഷ്ടപ്പെടും, ഒപ്പം ഇഷിതയെയും എന്ന് പറയുമ്പോഴേക്കും ഒരു ഡിവോഴ്സിന് ഞാൻ എൻ്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നവും രാമനും മുഖത്തോട് മുഖം നോക്കി സങ്കടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചിപ്പി വരുന്നത്. മോളെ, അച്ഛമ്മ റെഡിയാക്കാം, സ്കൂളിൽ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയും, ഇല്ല, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, അമ്മ വരട്ടെ. അമ്മ വരും മോളെ. എപ്പോഴാ? നാളെ വരും എന്ന് പറയുമ്പോൾ ചിപ്പി ടേബിളിൻ്റെ അടുത്ത് പോയിരിക്കട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, ചിപ്പി നീ വേഗം മാറ്റി സ്കൂളിൽ പോകാൻ നോക്ക്. പപ്പ, അമ്മയുടെ അമ്മ വരുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അമ്മ വരട്ടെ എന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ പറയും, അമ്മ മരിച്ചുപോയാൽ നീ സ്കൂൾ പഠനം നിർത്തുവോ എന്ന് ചോദിച്ചതും ചിപ്പി അവിടെ നിന്ന് കരയാണ്. ആ സമയത്ത് നമ്മുടെ ഇഷിത വരികയാണ് കേട്ടോ. അപ്പോൾ ഇഷിതയെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇഷിതയെ കണ്ടതും നമ്മുടെ ചിപ്പിയാണെങ്കിൽ ഓടിച്ചെന്ന് അമ്മേ എന്ന് വിളിക്കുകയാണ്. എന്തിനാ ഇത്ര സങ്കടം? മോക്ക് സ്കൂളിൽ പോകണ്ടേ? സ്കൂൾ ബസ് വരാൻ നേരമായല്ലോ, നമുക്ക് പോയി മാറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ രാമ വന്നിട്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, എന്തോ പുതിയതായിട്ട് വരാൻ പോവാം, അതിൻ്റെ പ്രകടനം ഇത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമ സ്വപ്നത്തോട് പറയുന്നുണ്ട്, സ്വപ്നം നീ ഒന്നും മിണ്ടാതെ നിൽക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ ഇഷിത ചിപ്പിയെ ഒരുക്കാണ്. ഇന്നലെ നീ സ്കൂളിൽ പോയിരുന്നോ? ഇല്ല, അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. മോൾക്ക് അമ്മ ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെയൊക്കെ അമ്മയ്ക്ക് ഇവിടെ വിട്ട് പോകേണ്ടി വരും. 2 മാസം 2 ദിവസമൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അപ്പൊ മോള് സ്കൂളിൽ പോവാതിരിക്കോ? പോവാതിരിക്കരുത് എന്ന് പറഞ്ഞ് ചിപ്പിയെ ഉറപ്പ് വാങ്ങിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചിപ്പി ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ നിന്ന് പോയത് ആ ഏട്ടനോട് മാപ്പ് പറഞ്ഞതുകൊണ്ടാണോ? അല്ലല്ലോ, അമ്മയ്ക്ക് മറ്റൊരു കാര്യത്തിൽ സങ്കടം വന്നു എന്നും പറഞ്ഞ് വിഷയം മാറ്റി പോകാനൊരുങ്ങി പോവാണ് കേട്ടോ. പിന്നീട് ഇഷിത ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവര്, ഞങ്ങൾ കുടിച്ചു മോളെ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണേ. അപ്പോൾ 2 കപ്പ് ചായ ഉണ്ടാക്കിയിട്ട് മഹേഷിന്റെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് മഹേഷിനോട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഉത്തരം പറയുന്നുണ്ട് മഹേഷ്. ഞാനിന്ന് നേരത്തെ ഇറങ്ങുവേ, എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, വർമാജിയും വരുന്നുണ്ട്, എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ ഞാൻ വരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും സ്വപ്നം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെച്ച് കാണും. അങ്ങനെ ചിപ്പിയും മഹേഷും ഇഷിതയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇടിയപ്പം നന്നായിട്ടുണ്ട്, അമ്മ ഉണ്ടാക്കിയതാണോ? അതെ എന്ന് പറയട്ടോ. അപ്പൊ രാമ വന്നിട്ട് ചോദിക്കും, മോൾക്ക് ഇന്ന് ഹോസ്പിറ്റലിലില്ലേ? ഉണ്ടല്ലോ അച്ഛാ. ഇന്നലെ മോൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇഷിത ചിപ്പിയോട് പറയും, തിന്നു കഴിഞ്ഞില്ലേ, എണീക്കാം എന്ന് പറഞ്ഞ് അങ്ങ് പോവാട്ടോ. അപ്പൊ നേരെ രാമൻ പോയിട്ട് മഹേഷിനോട് പറയും, മോനെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു കൊടുക്കും, നിശബ്ദത അതാണിപ്പോൾ വേണ്ടത്, ഒന്നും മിണ്ടണ്ട എന്ന് പറയട്ടോ. അങ്ങനെ ഇഷിതയും ചിപ്പിയും കൂടി സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷിത ചിപ്പിയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ മോളോട്. മോളെന്താ ചിപ്പിക്ക് ഏട്ടനും ചേച്ചിയും ഒന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചില്ലേ? ചിപ്പിക്ക് ചേട്ടൻ ഉണ്ടല്ലോ. ഉണ്ടോ? ആ ഉണ്ട്. ആദ്യം എന്നാ ചേട്ടന്റെ പേര്? മോളുടെ സ്വന്തം ചേട്ടനാ. പപ്പയ്ക്ക് 2 മക്കളാണുള്ളത്, ഒന്ന് ആദ്യം ഒന്ന് ചിപ്പിയും. അപ്പോൾ ആ ചേട്ടന്റെ ബർത്ത്ഡേക്കാണോ ഞങ്ങൾ പോയത് എന്ന് ചോദിക്കട്ടോ. ചിപ്പി ബർത്ത്ഡേക്ക് പോയോ? ആ പോയി. അന്ന് സ്കൂളിൽ പോവാതിരുന്നപ്പോ അമ്മ വഴക്ക് പറഞ്ഞില്ലേ? അന്ന് അച്ഛന്റെ കൂടെ ആ ചേട്ടന്റെ ബർത്ത്ഡേക്കാണ് പോയത്. അച്ഛൻ പറയണ്ടെന്ന് പറഞ്ഞിട്ടാ. സോറി അമ്മ എന്ന് പറയട്ടോ. അപ്പൊ ഇഷിത പറയും, സോറി ഒന്നും പറയണ്ട മോളെ, അച്ഛന്റെ ഭാഗത്താ ശരി, അച്ഛൻ അമ്മയോട് പറയാൻ പാടില്ലാത്തതാ. മോൾ ആ ചേട്ടനെ നന്നായി സ്നേഹിക്കണം. ചേട്ടനുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണമുണ്ടെന്ന് അറിയോ? ചേട്ടൻ അനിയത്തിയെ നന്നായിട്ട് കെയർ ചെയ്യും, ചേട്ടന് കിട്ടുന്ന എന്ത് ഭക്ഷണം ഷെയർ ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചിപ്പിക്ക്. അപ്പൊ ചിരിച്ച് അത് കേട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബസ്സിൽ കയറി പോവാട്ടോ.
അതിനുശേഷം നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ഓരോരുത്തരോടും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ കയറി വരുന്നുണ്ട്. ഡോക്ടർ ഇരിക്ക്, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. ഇഷിതയ്ക്ക് ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ ഇഷിതയുടെ കാര്യം തന്നെയാണ് പറയുന്നതെന്ന് പിന്നീട് മനസ്സിലാവാണ്. ഞാൻ റിസൾട്ട് എക്സാമിൻ ചെയ്തു. യൂട്രസിന്റെ അവസ്ഥ പഴയതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട്. അതായത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിക്കാട്ടോ. ഇത് കേൾക്കുന്നത് നമ്മുടെ ഇഷിതയ്ക്ക് വല്ലാത്തൊരു സന്തോഷമാവാണ്. ചികിത്സ ആരംഭിക്കാം ഡോക്ടർ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഒരു ജീവനെ കൂടി കൊടുത്തിട്ട് പോണം എന്നല്ലേ, എങ്കിലല്ലേ ഞാനും പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചികിത്സ ആരംഭിക്കാന്ന് പറയാട്ടോ. ഗുഡ് എന്ന് പറഞ്ഞ ആ ഡോക്ടർ എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടർ പോയതിന് ശേഷം ഇഷിത അങ്ങനെ ആലോചിച്ചിട്ട് പറയും, രചന, ആദിയുടെ അമ്മ എന്ന് പറഞ്ഞ് രചനയെ വിളിക്കാട്ടോ. ആ സമയത്ത് രചനയാണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് പറയും, ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്, നാട്ടിലെത്തിയോ എന്നൊക്കെ ചോദിച്ച് ഹലോ വിളിക്കാണ്. എന്തൊക്കെയുണ്ട് രചന വിശേഷം, നീ ഇപ്പൊ എവിടുന്നാന്ന് ചോദിക്കാട്ടോ. സ്വർഗത്തുനിന്ന്. ദൈവങ്ങളുടെ സ്വർഗമല്ല, മനുഷ്യന്മാരുടെ സ്വർഗം. അതായത് കുടുംബം, ഭാര്യയും ഭർത്താവും മകളും അച്ഛനും അമ്മയും അമ്മായിയമ്മയും അടങ്ങിയ കുടുംബം. അതൊന്നും രചനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രചനയ്ക്ക് അറിയില്ലല്ലോ കുടുംബം എന്താന്ന് എന്നൊക്കെ അങ്ങ് പറയുമ്പോഴേക്കും, നിനക്കിപ്പോ എന്തടി വേണ്ടത്, എനിക്ക് ആദിയെ വേണം. എന്താ ആദിയെയോ? അതെ, എനിക്ക് എന്റെ മകനെ വേണം. അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. അത് വേറെ സ്വപ്ന എന്ന് പറയണേ. അതെ, സ്വപ്നത്തിലാണ് ഇപ്പോ ആദി. അവൻ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയാ അവന് ഞാനാണമ്മ. അവൻ എന്റെ മോനാ. നീ ആദിയെ കൊണ്ട് സോറി പറയിച്ചപ്പോ എല്ലാം നേടിയെന്ന് കരുതി. നിനക്ക് തെറ്റി രചന. അവൻ എന്റേതാ. ഇത്രയും ആദ്യ വിശേഷം. ഇനി ആകാശിന്റെ വിശേഷം. ആദിയെ ഷൂട്ട് ചെയ്യാനൊക്കെ രഹസ്യക്കാരൻ പഠിപ്പിക്കുന്നുണ്ടല്ലേ. എന്താ മഹേഷിന്റെ നെഞ്ചത്തേക്ക് വെടിവെക്കാനാണോ? ആദിയുടെ ആരാ മഹേഷ്? ആകാശിനെ അറിയില്ലെങ്കിൽ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ആദിക്കൊരു ആക്സിഡന്റ് നടന്നു. എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയതെന്ന് നിനക്കറിയോ? ഞാൻ നിന്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. നീ അതൊന്ന് കാണ്. നമ്പർ പ്ലേറ്റ് ഞാൻ സൂം ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് അതിലെ നമ്പർ പ്ലേറ്റും ആകാശിന്റെ നമ്പർ പ്ലേറ്റും കൂടെ നോക്കിയിട്ട്, അപ്പോൾ ആദിയെ കൊല്ലാൻ ശ്രമിച്ച് ആകാശാണല്ലേ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇഷ്ടം സീരിയൽ അവസാനിക്കുകയാണേ.